ഐ ആം ദ സ്റ്റേറ്റ്, ഐ ആം ദ ലോ എന്ന് നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായത്. ആര് കയറിയാലും ഒന്നില്ലെങ്കിൽ വെടി ഇല്ലെങ്കിൽ അടി എന്നുള്ള രീതിയിലേക്കാണ് ഇദ്ദേഹത്തിന്റെ പ്രസ്താവന ഉണ്ടായത്. ആർ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് ഗവൺമെന്റ് പുറപ്പെടുവിച്ച് അത് കോടതിയിൽ വന്നപ്പോൾ നിയമ പണ്ഡിതന്മാരായ ആളുകളെ ശ്രദ്ധിച്ചപ്പോഴാണ് ഈ ഉത്തരവിലുള്ള കുഴപ്പം വളരെ പ്രത്യക്ഷമായി മനസ്സിലായത്. സൂചന സത്യാഗ്രഹമാണ്. അതിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ UDF പിണറായിക്ക് പഠിക്കേണ്ട എന്ന് തന്നെയാണ്. നമസ്കാരം. കെ എ രതീഷും ആർ ചന്ദ്രശേഖരനും പ്രതിയായുള്ള കശുവണ്ടി അഴിമതി കേസിൽ മുൻ സർക്കാരും നിലവിലുള്ള സർക്കാരും ഒരേ നയമാണ് അല്ലെങ്കിൽ ഒരേ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് INTUC സംസ്ഥാന തിരഞ്ഞെടുപ്പ് സമിതി ചെയർമാൻ RM പരമേശ്വരൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. INTUC സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതിയുടെ വാർത്താ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. സമീപ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള കോടതി വിധി അതിനെ മറികടക്കാൻ നിലവിലുള്ള താൽക്കാലിക പ്രസിഡന്റ് കാണിക്കുന്ന അമിതമായ ആവേശവും ഉത്സാഹവും ഏറെക്കുറെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളും ഞാനും ഞങ്ങളും കഴിഞ്ഞ ആഴ്ച INTUCയുടെ ഒരു ഓമന പേരും പറഞ്ഞ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരു മഹാസമ്മേളനം INTUCയുടെ നടക്കുകയുണ്ടായി. അവിടെ എന്താണ് ഈ പ്രസിഡന്റ് കാണിച്ച പരിഹാസം നിറഞ്ഞ പരിപാടി എന്തായിരുന്നു? നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. ചുമപ്പ് പരവതാനി വിരിക്കുന്നു, അതിലേക്ക് ഇദ്ദേഹം മാത്രം നടന്നെടുക്കുന്നു, പുഷ്പവൃഷ്ടി നടത്തുന്നു. ഇതൊക്കെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന് യോജിച്ചതാണോ? എന്താണ് ഇദ്ദേഹം കരുതിക്കൂട്ടുന്നത്? എന്താണ് കരുതിയിരിക്കുന്നത്? എന്താണ് ഇദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ നാളുകളായി? അതിനാൽ ആ സമ്മേളനത്തിലേക്ക് തൊഴിലാളികളുടെ സമ്മേളനത്തിലേക്ക് ആര് കടന്നാലും ഞാനല്ലാതെ ഐ ആം ദ സ്റ്റേറ്റ്, ഐ ആം ദ ലോ എന്ന് നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായത്. ആര് കയറിയാലും ഒന്നില്ലെങ്കിൽ വെടി ഇല്ലെങ്കിൽ അടി എന്നുള്ള രീതിയിലേക്കാണ് ഇദ്ദേഹത്തിന്റെ പ്രസ്താവന ഉണ്ടായത്. എത്ര പരിതാപകരമാണ് ഇദ്ദേഹത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ INTUC സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒരുപാട് പരിപാടികൾ ഇതിനെതിരെ ശക്തമായി കേരളത്തിൽ ആഞ്ഞടിക്കും. അതിന്റെ വിശദാംശങ്ങൾ പറയുവാൻ ദേശീയ ജനറൽ സെക്രട്ടറി RM പരമേശ്വരൻ, നമ്മുടെ പ്രിയങ്കരനായ കോർഡിനേറ്റർ P സുധാകരൻ വിശദമായി നിങ്ങളോട് സംസാരിക്കുന്നതാണ്. സുഹൃത്തുക്കളെ, അപ്രതീക്ഷിതമായി സമയം അല്പം താമസിച്ച് ക്ഷമിക്കണം എന്നൊരു അഭ്യർത്ഥന ആദ്യമേ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതോടൊപ്പം നടത്തുകയാണ്. ആർ ചന്ദ്രശേഖരന്റെ കോടാനക്കോടി രൂപ കൊള്ളയടിച്ച് അഴിമതി കാണിച്ച ആർ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എത്രത്തോളം സഹായിക്കാൻ കഴിയുമോ അത്രത്തോളം സഹായിച്ച് നീതിപീഠത്തിൽ നിന്ന് പോലും അവ്യക്തമായ ചില ശബ്ദങ്ങൾ ഉയർത്തി സമൂഹത്തിൽ രക്ഷപ്പെടുന്ന ദയനീയമായ കാഴ്ചയാണ് കേരള ജനത കാണുന്നത്. ആർ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് ഗവൺമെന്റ് പുറപ്പെടുവിച്ച്
അത് കോടതിയിൽ വന്നപ്പോ നിയമ പണ്ഡിതന്മാരായ ആളുകളെ ശ്രദ്ധിച്ചപ്പോഴാണ് ഈ ഉത്തരവിലുള്ള കുഴപ്പം വളരെ പ്രത്യക്ഷമായി മനസ്സിലായത്. അതിനെതിരെ ശക്തിയായ പ്രതിഷേധം നടത്തുന്നതിനും സന്ധിയില്ലാത്ത സമരം നടത്തുന്നതിനും INTUCയുടെ കേരള ഘടകം തീരുമാനിച്ചിട്ടുള്ളവരെ ഇതോടൊപ്പം നിങ്ങളെ അറിയിക്കുന്നു. മറ്റ് ചില ഈ ഹാൻഡ് ഔട്ട് വരാൻ വൈകിയതിൽ ഹാൻഡ് ഔട്ടിലുള്ള പ്രധാന കാര്യങ്ങൾ UDF പിണറായിക്ക് പഠിക്കണ്ട എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് തിങ്കളാഴ്ച രാവിലെ ആദ്യമായി ഈ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ആദ്യമായി ശ്രീ RM രമേശനും അദ്ദേഹത്തിന്റെ സഹഭാരവാഹികളുമായി സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാരം അനുഷ്ഠിക്കാൻ പോകുന്നത്. സൂചന സത്യാഗ്രഹമാണ്. അതിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ UDF പിണറായിക്ക് പഠിക്കണ്ട എന്ന് തന്നെയാണ്. ചന്ദ്രശേഖരന്റെ അഴിമതി കേസിനെ സംബന്ധിച്ച് പറയേണ്ട കാര്യം അത് പറഞ്ഞാൽ തന്നെ നാണക്കേടാ. കാരണം നിങ്ങളൊക്കെ കൊടുത്തു നിങ്ങൾ തന്നെ അതിനകത്ത് തളർന്നിരിക്കുന്നവരാണെന്ന് നമുക്ക് മനസ്സിലാകും. നിങ്ങൾ രാവിലെ ആവേശത്തോടു കൂടി 2 ദിവസമായി നിങ്ങൾ ഈ കാര്യം കൊടുത്തോണ്ടിരിക്കുക. പക്ഷെ സാധനം വായിച്ചു നോക്കിയപ്പോഴുള്ള സ്ഥിതി പിന്നെ നിങ്ങൾ അത് തിരുത്തി പറയാനായിട്ട് തന്നെ പിന്നെ നിങ്ങൾ 2 ദിവസം കൂടി എടുക്കേണ്ടി വന്നു. അതാണ് കഴിഞ്ഞ ദിവസം ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുവാൻ 10 വർഷം ചന്ദ്രശേഖരന് കിട്ടിയ ആ ആനുകൂല്യം UDFന്റെ സർക്കാരിന്റെ കാലത്തും കിട്ടാതിരിക്കാൻ ശക്തമായി പ്രതിഷേധിക്കുവാൻ ശ്രീ RM രമേശന്റെ നേതൃത്വത്തിൽ സംസ്ഥാന INTUC തെരഞ്ഞെടുപ്പ് സമിതിയാണിത്. കഴിഞ്ഞ ദിവസം അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റിയിലും ഈ വിഷയങ്ങൾ ബാംഗ്ലൂരിൽ നടന്ന 28-ാം തീയതി നടന്ന അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റിയിൽ ഈ വിഷയങ്ങളൊക്കെ വളരെ ശക്തമായി ഉന്നയിച്ചതിന്റെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും അദ്ദേഹത്തിന് വീണ്ടും സംരക്ഷിക്കപ്പെടും. ഏറ്റവും പരിതാപകരമായ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ വകുപ്പ് ഇപ്പൊ കയ്യിലിരിക്കുന്ന ഷിബു ബേബി ജോണിന്റെ കയ്യിലാണ്. ഷിബു ബേബി ജോൺ നമ്മളോട് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അറിയാമോ? എന്താണോ മേഴ്സിക്കുട്ടിയമ്മ എടുത്ത തീരുമാനം, ആ വകുപ്പിന്റെ മന്ത്രിയായിരുന്നുകൊണ്ട് എന്താണോ മേഴ്സിക്കുട്ടിയമ്മ എടുത്ത തീരുമാനം അത് തന്നെയായിരിക്കും ഞങ്ങളുടെയും തീരുമാനം എന്നാണ് ഞങ്ങളോടൊക്കെ പറഞ്ഞത്. പക്ഷേ ഉത്തരവ് വന്നപ്പോൾ അദ്ദേഹം പഴയതെല്ലാം മറന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ, അവരുടെ എല്ലാം ബഹുമാന്യന്, നമ്മുടെയൊക്കെ ബഹുമാന്യനാണ്. കൊല്ലത്ത് സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പം ഇതേ ചന്ദ്രശേഖരൻ പത്രസമ്മേളനം വിളിച്ച് ഇനി NK പ്രേമചന്ദ്രന്റെ പറയാനൊന്നും ഇല്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നെ അത് പരിഹരിക്കപ്പെട്ടത് കൊല്ലം ജില്ലയിലെ INTUC ജില്ലാ പ്രസിഡന്റും ഇപ്പോഴത്തെ കോർപ്പറേഷൻ മേയറുമായ AK ഹഫീസ് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത് ചന്ദ്രശേഖരന്റെ അഭിപ്രായമല്ല കൊല്ലം ജില്ലയിലെ INTUCക്കുള്ളത്. ഞങ്ങൾ NK പ്രേമചന്ദ്രന്റെ വിജയത്തിനായി നിൽക്കും എന്ന് പറഞ്ഞത് മുതൽ ഷിബു ബേബി ജോണും അവരുടെ പാർട്ടിയും ചന്ദ്രശേഖരനെ ആഞ്ഞടിച്ച് കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്നലെ കൊടുത്ത അദ്ദേഹത്തിന്റെ സെക്രട്ടറി എഴുതി കൊടുത്ത ഇതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. അത് അദ്ദേഹം എഴുതി കൊടുത്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്കുള്ള ഏറ്റവും നമ്മൾ സത്യാഗ്രഹം നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. കേരള ഗവൺമെന്റ് ഇറക്കുന്ന ഒരു ഓർഡർ അത് ഓർഡർ പുറത്തു വരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അത് കൊടുക്കേണ്ട ഏജൻസികൾക്ക് എത്തുന്നതിന് മുമ്പോ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ പത്രസമ്മേളനം വിളിച്ച് നിങ്ങളെയൊക്കെ വായിച്ച് കേൾപ്പിച്ചിട്ട് നിങ്ങളെയൊക്കെ കളിയാക്കുന്ന കുറെ ചോദ്യങ്ങൾ അത് ചോദിച്ചിട്ടുണ്ട്. ഇത് ഒന്നുകൂടെ റിവ്യൂ ചെയ്ത് കാണണം. അത് നിങ്ങളെയൊക്കെ പല പ്രാവശ്യം ആ പത്രസമ്മേളനത്തിൽ കളിയാക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം വായിച്ച് കേൾപ്പിക്കുകയാണ് ഇതിനകത്ത് എവിടെയാണ് ഇത് ഞാൻ കുറ്റക്കാരനാണെന്ന് പറയുന്നത്. ഈ ഗവൺമെന്റ് പോലും അങ്ങനെയല്ല എഴുതി കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളോട് ആ പത്രസമ്മേളനം വീണ്ടും റിവ്യൂ ഇട്ട് കണ്ടാൽ മതി നിങ്ങൾ. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നതെന്ന് പറയുന്നത് 574 കോടി രൂപയുടെ കേസ് നിലനിൽക്കുന്നിടത്ത് കാശ് കയ്യിലുണ്ടെങ്കിൽ ആരെയും എന്തും ചെയ്യാം എന്നുള്ളൊരു സാഹചര്യം ചന്ദ്രശേഖരന്റെ മുന്നിലുള്ളതുകൊണ്ടാണ്. ഇന്നിപ്പോൾ തൃശ്ശൂർ ഒരു യോഗം നടക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? നിലവിലുള്ള INTUC കമ്മിറ്റി വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനുള്ള പ്രമേയം പാസ്സാക്കാനാണ് തൃശ്ശൂരിൽ മീറ്റിംഗ് നടക്കുന്നത്. ഇന്ന് അവിടെ മീറ്റിംഗ് നടക്കുകയാണ്. അപ്പൊ ഈ പിന്തുണ പ്രഖ്യാപിക്കാൻ മീറ്റിംഗ് വിളിച്ചുകൊണ്ടിരിക്കുക ചന്ദ്രശേഖരൻ താൽക്കാലിക പ്രസിഡന്റ് ആണെന്നും തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം നടത്തുന്ന ഒരു കാര്യങ്ങൾക്ക് ഒരു വിലയില്ല എന്നുള്ള കാര്യം അറിയാതെയാണ് ഈ പാവം എന്ന് മാത്രമല്ല 28-ാം തീയതി ബാംഗ്ലൂരിൽ നടന്ന സമ്മേളനത്തിൽ ഇവിടെ അഡ്ഹോക് കമ്മിറ്റിയെ നിയമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തും എന്ന് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ പ്രിന്റ് ചെയ്ത് വന്ന സാധനം
ചന്ദ്രശേഖരൻ്റെ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനൂടെ പത്രസമ്മേളനത്തിൽ ഇരുന്ന ഒരു VR പ്രതാപനും അതുപോലെ BJ ജോസഫും കഴിഞ്ഞ ദിവസം നിങ്ങളെ വിളിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞെന്താ, ബാംഗ്ലൂരൊന്നും സംഭവിച്ചില്ലല്ലോ. ബാംഗ്ലൂരൊന്നും സംഭവിച്ചില്ല, പക്ഷെ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് എന്താണ്, കേരളത്തിലെ കമ്മിറ്റിയെ പിരിച്ചുവിട്ടിട്ട് അഡ്ഹോക് കമ്മിറ്റിയെ നിയമിക്കുന്നത് അച്ചടിച്ച് വന്നിട്ടുണ്ട്. അതിൽ മിനിറ്റ്സിൻ്റെ കോപ്പി അടുത്ത ഒരു ദിവസം നിങ്ങൾക്ക് വരുമ്പോൾ തരാം. ഇന്നത്തെ ഇത് പ്രത്യേക ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് ആ സാധനം കൊണ്ടുവന്നില്ല. അപ്പം മീഡിയയെ തെറ്റിദ്ധരിപ്പിക്കുക, പിന്നെ ഗവൺമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിക്കുക, നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുക, പണം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് ഇന്ന് നിലനിൽക്കുന്നത്. ഇത് ഒന്ന് വെളിച്ചത്ത് കൊണ്ടുവരാനും തൊഴിലാളി സമൂഹത്തിൻ്റെ ഒരു ശക്തമായ പ്രതിഷേധം അറിയിക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ ഒരു ദിവസം സൂചനാ നിരാഹാരമാണ്. അത് കഴിഞ്ഞ് അടുത്ത ഘട്ടം, ഇത് INTUCയുടെ വിഷയമാണ് ഞങ്ങളിപ്പോൾ സംസാരിച്ചത്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അതിനേക്കാൾ ഗുരുതരമാണ്. അദ്ദേഹം KPCCയുടെ നടയിൽ നിരാഹാരം കിടക്കാൻ പോവുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം, അതും ഞങ്ങൾ ആർക്കും കത്തൊന്നും കൊടുക്കത്തില്ല. കാരണം ഒരാൾ തമാശ പറഞ്ഞത്, എന്താണ് കോൺഗ്രസ്സുകാർ പ്രതികരിക്കാത്തത്? അദ്ദേഹം KPCC മെമ്പറല്ലേ, AICC മെമ്പറല്ലേ, എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ തമാശ രൂപേണ പറഞ്ഞെന്താണെന്നറിയോ, കേരളത്തിൽ 1-2 പേരൊക്കെ സംസാരിക്കുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്, ബാക്കിയൊക്കെ എവിടെ സമയം കിട്ടാനാ? എല്ലാവരുടെയും വായി കശുകൊണ്ട് ചവച്ചുകൊണ്ടിരിക്കുക, അവർക്ക് സമയം കിട്ടുന്നില്ല പ്രതികരിക്കാനാണ്. ബാക്കി കോൺഗ്രസ്സുകാർക്ക് സമയം കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കോൺഗ്രസിന്റെ മുമ്പിൽ ഉന്നയിക്കാൻ പോകുന്നത്, അദ്ദേഹം KPCC മെമ്പറും AICC അംഗമായതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസിന്റെ മുമ്പിൽ ഉന്നയിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് 137-138 ചലഞ്ച് എന്ന് പറഞ്ഞ് 1.5 കോടി രൂപ കേരളത്തിൽ സംസ്ഥാനത്ത് നിന്ന് മൊത്തം 14 ജില്ലാ പ്രസിഡന്റുമാരും ഭാരവാഹികളും പിരിച്ചു കൊടുത്തിട്ടുണ്ട് ചന്ദ്രശേഖരന്. ചന്ദ്രശേഖരൻ ഇത് KPCC കൊടുത്തു എന്ന് പറയുന്നത്. പക്ഷേ KPCCയിൽ ഈ സാധനത്തിൻ്റെ കണക്ക് ചോദിച്ച സമയത്ത് അവിടുത്തെ ട്രഷറർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്നാണ് പറയുന്നത്. അവിടെ ഇങ്ങനെ കണക്ക് കിട്ടിയിട്ടില്ല. പ്രതാപചന്ദ്രൻ നായർ എന്ന് പറയുന്നത് KPCCയുടെ മുൻ ട്രഷറർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കണക്ക് ചന്ദ്രശേഖരൻ അവിടെ കൊടുത്തെന്നും അറിഞ്ഞുകൂടാ, കൊടുത്തില്ല. പക്ഷെ 1.5 കോടി രൂപ പിരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഒന്നാമത്തതായി KPCCയുടെ മുമ്പിൽ സമരത്തിന് വേണ്ടി ഞങ്ങൾ ആധാരമായി ഉന്നയിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഞങ്ങൾ മുൻപും ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ് ഞങ്ങൾ INTUCയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തിയതാണ്, ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയത്. INTUC ഓഫീസ് വിൽക്കുന്നതിനും 2 മുദ്രാവാക്യങ്ങളാണെന്ന് നിങ്ങൾ ഉയർത്തിയത്. ഒന്ന്, INTUC ഓഫീസ് വിൽക്കാൻ, ഈ താൽക്കാലിക കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിൽക്കാനായിട്ട് തീരുമാനമെടുത്ത് ഇതിൻ്റെ വിറ്റോണ്ട് പോകാനുള്ള ശ്രമം നടത്തി. അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധ മാർച്ച് നടത്തി. അന്ന് 2 മുദ്രാവാക്യമാണ് വെച്ചത്, ഇത് വിൽക്കാൻ പാടില്ല എന്നും. രണ്ടാമത്തത്, ഈ മേനംകുളം, തിരുവനന്തപുരം ജില്ലയിൽ മേനംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ഒരു മണ്ഡലം പ്രസിഡന്റ് ഉണ്ട് INTUCയുടെ. അദ്ദേഹം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ അടുത്ത് സമര പരിപാടിക്ക് വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹം ആക്സിഡൻറ്റിൽ, വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി മരിക്കുന്നു. R ചന്ദ്രശേഖരനും DCC ജനറൽ സെക്രട്ടറിയും INTUC ജില്ലാ പ്രസിഡന്റുമായ VR പ്രതാപൻ ഇവിടെ ചേർന്ന് 35 ലക്ഷം രൂപ പിരിച്ച്. അന്ന് മരിക്കുമ്പം ആ കുട്ടികൾക്ക് 5ഉം 8ഉം വയസ്സായ 2 പെൺകുട്ടികളായിരുന്നു. 35 ലക്ഷം രൂപ പിരിച്ചെടുത്തിട്ട് 35 പൈസ 8 വർഷം കഴിഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. അതേസമയം മരിച്ചുപോയ KPCC മെമ്പറായ HB ഷാജി 5 ലക്ഷം രൂപ ഭരിച്ച് സാക്ഷാൽ രമേശ് ചെന്നിത്തലയെ കൊണ്ട് തന്നെ അവരുടെ കുടുംബത്തിൽ കൊടുപ്പിക്കുകയും ചെയ്തു. 35 ലക്ഷം രൂപ കൊടുക്കാത്തതിൻ്റെ പേരിലുമാണ് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ് KPCCയുടെ മുമ്പിൽ പോകുന്ന രണ്ടാമത്തെ ഡിമാൻഡ്. മൂന്നാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് UDFും KPCCയും പിന്തുണ നൽകിയ ആശാസമരത്തെക്കുറിച്ചാണ്. ഇത്രയും മോശമായി ആശമാരെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ള ഒരു നേതാവ് കേരളത്തിൽ, തൊഴിലാളി നേതാവ് ചന്ദ്രശേഖരൻ അല്ലാതെ മറ്റാരുമില്ല. അതിനെതിരെ ചന്ദ്രശേഖരൻ ഇങ്ങനൊരു നിലപാട്, KPCCയുടെ നിലപാടിനെതിരെ നിലപാടെടുത്തിട്ട് എന്തുകൊണ്ട് KPCC നടപടിയെടുത്തില്ലെന്നുള്ളതാണ് ഞങ്ങളുടെ മൂന്നാമത്തെ ഒരു ഡിമാൻഡ് അതിനാൽ വെക്കുന്നത്. എന്ന് മാത്രമല്ല, ഇന്ത്യൻ തൊഴിലാളി എന്ന് പറയുന്ന മാഗസീനുണ്ട്. ഇപ്പോൾ അത് ഓൺലൈൻ മാഗസീനായി ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ചന്ദ്രശേഖരൻ നടത്തിക്കൊണ്ടിരുന്ന ഇന്ത്യൻ തൊഴിലാളി മാഗസീൻ എന്ന് പറയുന്ന മാസികയുടെ അംഗീകാരം നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ പേരിൽ കോടികൾ പിരിച്ചു വെച്ചതിൻ്റെ കണക്ക് കാണാനില്ല. ആ മാസികയിലൂടെ തന്നെ അംഗീകാരമില്ലാത്ത മാസികയിൽ കൂടെ KPCC അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ആശാസമരത്തിനെ പിന്തുണച്ചുകൊണ്ട് ലേഖനം എഴുതി. KPCC കണ്ടില്ല, കശുവണ്ടി വെച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് തമാശയ്ക്ക് ഒരാൾ പറഞ്ഞത് അവരെല്ലാം കശുവണ്ടി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ പറയുമെന്നാണ് ചോദിച്ചത്. അഞ്ചാമത്തെ വിഷയം എന്ന് പറയുന്നത്, പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ഒരു ആശമാരുടെ സമരം നടത്തി. അന്ന് അവരുടെ മൈക്ക് സെറ്റ് അടിച്ചു പൊട്ടിച്ചു പോലീസുകാരും എല്ലാവരും കൂടി. നമ്മുടെ KPCC പ്രസിഡന്റ്, ഇപ്പോഴത്തെ മന്ത്രിയായിരിക്കുന്ന ഇലക്ട്രിസിറ്റി മന്ത്രിയായിരിക്കുന്ന KPCC പ്രസിഡന്റ് തന്നെ ആ സ്ഥലത്തെത്തിയിട്ട് കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുകയും അദ്ദേഹം അവർക്ക് പാവത്തുകൾക്ക് കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം KPCC ഫണ്ടിൽ നിന്നും ആ മൈക്ക് സെറ്റുകാരന് കൊടുക്കാനുള്ള നഷ്ടപരിഹാരമായി 1 ലക്ഷം രൂപ കൊടുത്തു.
അതിന് ചന്ദ്രശേഖരൻ സഹോദരിമാരൊക്കെ വിഷമിക്കരുത്, പറഞ്ഞേ പറ്റൂ പറയുന്നത്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. എഴുതി തന്നിട്ടുണ്ട്. ആ 1 ലക്ഷം രൂപ കൊടുത്തത് KPC പ്രസിഡന്റ് മറ്റേ പണിക്കാണെന്ന് ഈ കേരളത്തിലെ മുഴുവൻ സ്റ്റേജുകളിലും ചന്ദ്രശേഖരൻ പ്രസംഗിച്ചുകൊണ്ട് നടന്ന് KPC നടപടി എടുത്തിട്ടില്ല. ഇങ്ങനെ 5 വിഷയങ്ങൾ KPC മുമ്പിൽ INTC KPC മാറ്റി തരുന്നുണ്ട്. അത് ഞങ്ങൾ നോക്കിക്കോളാം. മാറ്റുന്നതിനുള്ള ശ്രമങ്ങളും ഞങ്ങൾ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ നിന്ന് ഞങ്ങൾ സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ട്. ചന്ദ്രശേഖരൻ ജീവിതത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുന്നില്ല. ഞങ്ങൾ കൊടുത്ത സ്റ്റേക്കെതിരെ ഹൈക്കോടതിയിൽ പോയി, ഇനി സുപ്രീം കോടതിയിൽ പുള്ളി പോകാനുള്ളൂ. ഹൈക്കോടതി ചെല്ലുമ്പോൾ ഹൈക്കോടതി വെച്ച് ട്രയൽ കോർട്ടിൽ പോയി കേൾക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ സ്റ്റേ നിലനിൽക്കുകയാണ്, കേസ് തിരഞ്ഞെടുപ്പ് നടത്താൻ പറ്റത്തില്ല. ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റത്തില്ല. അത് ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ചന്ദ്രശേഖരനാണ് വസ്തു വിൽക്കാൻ പോകുന്നതും ഇത് വിൽക്കാൻ പോകുന്നതും അതുപോലെ കയറി അഭിപ്രായങ്ങൾ പറയുന്നതും. അവിടെ പറഞ്ഞത് മുഴുവൻ വ്യാജമായ പ്രചരണം നടത്തിക്കൊണ്ട് മീഡിയയെ അടക്കം തെറ്റിദ്ധരിപ്പിച്ച്, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടല്ലോ. നിങ്ങളെല്ലാവരും ആഘോഷിച്ച് കൊടുത്തതാണ്. ഇത്രയും കാലം പറഞ്ഞിട്ട് ഞാൻ ആദ്യം പേരെടുത്ത് പറയുന്നതിൽ ഓരോ മാധ്യമങ്ങളിലൊക്കെ ഓരോരുത്തരും എടുത്തിട്ടുള്ള നിലപാടുകളൊക്കെ ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. അപ്പോൾ അത്രയും എഫർട്ട് എടുത്ത് നിങ്ങളിത് പറഞ്ഞിട്ടും വലിയൊരു സംഭവമായി നിങ്ങളൊക്കെ പറഞ്ഞിട്ടും അതിനെതിരെ നടപടി ഉണ്ടാക്കി നിങ്ങളൊക്കെ കൊഞ്ഞനെ കുത്തുന്ന പണിയാണ് കഴിഞ്ഞ ദിവസം ഓർഡർ എന്നാണ്. ഇത് മാത്രമല്ല, ഒരു കാര്യം കൂടി അന്വേഷിക്കണം, അതിന് ബന്ധപ്പെട്ട അധികാരികൾ അന്വേഷിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രശേഖരൻ്റെ മൊബൈൽ ഫോണിലേക്ക് എവിടെ നിന്നാണ് ആ ഉത്തരവ് കിട്ടിയത്? അന്വേഷണ വിധേയമാക്കണ്ടേ? സർക്കാരിൻ്റെ ഒരു ഉത്തരവല്ലേ, ഗവൺമെൻറ് ഉത്തരവ്. അത് പുറത്തു വരുന്നതിന് മുമ്പോ മറ്റ് കൺസേൺഡ് ആൾക്കാർക്ക് കൊടുക്കുന്നതിന് മുമ്പോ എങ്ങനെ ചന്ദ്രശേഖരൻ്റെ കിട്ടിയത് ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ അന്ന് കണ്ടുപിടിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അത് അന്വേഷണ വിധേയമാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരാവശ്യം. നിരവധി എന്ന് വെച്ചാൽ ഈ INTC എന്ന് പറയുന്ന തൊഴിലാളി വിഭാഗത്തെ അതിൻ്റെ ആൾക്കാരെയും മുഴുവൻ അദ്ദേഹം ഒതുക്കി വീട്ടിലിരുത്തി. ഞങ്ങളുടെ ഈ ലെറ്ററിൻ്റെ സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് ഇരിക്കുന്നതെന്ന്. കേരളത്തിൽ ട്രേഡ് യൂണിയനുള്ള നേതാക്കന്മാരുടെ പേരാണ് രക്ഷാധികാരികളെ വെച്ചുകൊണ്ട് ഞങ്ങൾ ലെറ്റർ അടിച്ചു. ഇനി ആൾക്കാർ ഒരുപാട് പേര് വന്നിട്ടുണ്ട്, റിവൈസ് ചെയ്യാൻ ലെറ്റർ ഉണ്ട്, മനസ്സിലായോ? അതിനകത്ത് നിൽക്കുന്ന അവരല്ല തമ്പാനൂർ രവി, ട്രാൻസ്പോർട്ട് കേരള വാട്ടർ അതോറിറ്റിയുടെ യൂണിയൻ്റെ പ്രസിഡന്റാണ്. പുള്ളി INTCയിലില്ല, പുള്ളി ചന്ദ്രശേഖരൻ്റെ അടുത്ത് കളഞ്ഞു. അതുപോലെ തന്നെയാണ് വർക്കലക്കാർ, ഏറ്റവും വലിയ ചുമട്ടുതൊഴിലാളി യൂണിയനുള്ള ആളാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ചുമട്ടുതൊഴിലാളി യൂണിയൻ ഈ ഫെഡറേഷൻ്റെ ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന ആൾ ഈ സംഘടനയിലില്ല, ചന്ദ്രശേഖരനെ എടുത്ത് കളഞ്ഞു. ശരത്ചന്ദ്ര പ്രസാദ് അതുപോലെ ഏറ്റവും വലിയ കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയനും ചുമട്ടുതൊഴിലാളികളും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും അടക്കമുള്ള യൂണിയനുകളുടെ പ്രസിഡന്റാണ് അദ്ദേഹം. AICC KPC INTC അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി, അദ്ദേഹത്തിന് INTCയിലില്ല. അഡ്വക്കേറ്റ് G സുബോധൻ 4-5 നല്ല യൂണിയനുള്ള ആളാണ് അദ്ദേഹം. ഇതിനകത്ത് അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി ഭാരവാഹിയായിരുന്നു, അദ്ദേഹമില്ല. KPCC എക്സിക്യൂട്ടീവ് അല്ല, ജനറൽ സെക്രട്ടറി ആയിരുന്നു KP ഹരിദാസ്, അദ്ദേഹം ഇതിലില്ല. കുഞ്ഞില്ലമ്പള്ളി, ഉമ്മൻചാണ്ടി സാറിൻ്റെ അളിയൻ, അദ്ദേഹം അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി ഭാരവാഹിയായിരുന്നു, അദ്ദേഹം ഈ കമ്മിറ്റിയിലില്ല. നിരവധി മരിച്ചുപോയ നമ്മുടെ ആദരണീയനായ KP ധനപാലൻ സാറ്, അദ്ദേഹം അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി, അദ്ദേഹം ഇതിലില്ല. തുടങ്ങി നിരവധി ആൾക്കാരെ ചന്ദ്രശേഖരൻ എന്ന് വെച്ചാൽ ആരെങ്കിലും സംസാരിക്കാൻ കഴിയുന്നവരെ ആരും ചന്ദ്രശേഖരൻ INTCയിൽ വെച്ചുകൊണ്ടിരിക്കത്തില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന്. ഇത് സംബന്ധിച്ച് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റിയിൽ ഇപ്പോൾ അടിച്ചു വന്നിരിക്കുന്ന നോട്ടിൽ നേരത്തെ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു അതിനകത്ത്. ആ ക്ലോസ് എന്ന് പറഞ്ഞ് ഇപ്പം മാറ്റി അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി. ആ ക്ലോസ് എന്ന് പറയുന്നത് സ്റ്റേറ്റിലെ ഡെലിഗേറ്റുകളെ നിശ്ചയിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡെലിഗേറ്റുകൾ നിശ്ചയിക്കുന്ന സമയത്ത് ചന്ദ്രശേഖരൻ്റെയും കൂടെ എന്നാൽ സ്റ്റേറ്റ് പ്രസിഡന്റിൻ്റെയും കൂടെ അഭിപ്രായം എടുക്കണം എന്നതിനകത്ത് ക്ലോസ് ഉണ്ടായിരുന്നു. അതെന്താണ്, ഇപ്പം അഖിലേന്ത്യാ ഡെലിഗേറ്റുകളെ എടുത്ത് നോക്കുമ്പം 76 പേരുള്ളതിൽ 50 പേര് ഞങ്ങളുടെ കൂടെയും 26 പേര് ചന്ദ്രശേഖരൻ ഉള്ളെന്ന് സാക്ഷാൽ സജീവ് റെഡ്ഡി അദ്ദേഹത്തിനോട് പറഞ്ഞു. അതുകൊണ്ട് ഇനി യൂണിയൻ്റെ ഡെലിഗേറ്റുകൾ മാത്രമേ അവിടെ എടുക്കൂ എന്ന് ചന്ദ്രശേഖരനോട് പറഞ്ഞാൽ വിട്ടിരിക്കുക. അത് അച്ചടിച്ച് വന്നിട്ടുണ്ട് അതിനകത്ത്, ഒന്നും സംഭവിച്ചില്ലെന്നാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കാര്യം നിങ്ങളോടൊക്കെ തന്നെ പറഞ്ഞ കാര്യമാണ്. ചന്ദ്രശേഖരന് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ചന്ദ്രശേഖരൻ ജനറൽ സെക്രട്ടറിയായ VJ ജോസഫിനെ കൊണ്ട് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറയിച്ചു. നിങ്ങളെല്ലാവരുടെയും റെക്കോർഡിംഗ് ഉറപ്പ് നോക്കണം. ചന്ദ്രശേഖരൻ 3 വർഷമേ ഇരുന്നിട്ടുള്ളൂ. എന്തിനാണ് അദ്ദേഹത്തിന് 10 വർഷത്തെ കണക്കെടുത്ത് അദ്ദേഹത്തിൻ്റെ മണ്ടയിൽ വെക്കുന്നത്? അത് 3 വർഷമായി ഇരുന്നതെന്ന് പറയുന്നത്. അത് ചന്ദ്രശേഖരന് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചന്ദ്രശേഖരൻ ജോസഫിനെ കൊണ്ട് പറയിച്ചതാണ്. കാരണം എന്താണ്, ബാക്കി 7 വർഷം ഇരുന്ന സ്വന്തം അളിയനെ നേരിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് പുള്ളിക്ക് രക്ഷപ്പെടാൻ വേണ്ടി പുള്ളി ഞാൻ മൂന്നേ ഉള്ളെന്ന് എടുത്ത് നോക്ക്, നിങ്ങൾ ക്ലിപ്പിക്ക് നോക്ക്. സാക്ഷാൽ VJ ജോസഫിനെ കൊണ്ട്
നമ്മുടെ കെ എ രതീഷ് പുള്ളിയാണ് 10 വർഷം മോട്ടിച്ചത്, ഞാൻ 3 മോട്ടിച്ചുള്ളതെന്നാണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. നിങ്ങൾ ക്ലിപ്പിംഗ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അത് പുള്ളിക്ക് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പുള്ളി ജോസഫിനെ കൊണ്ടാണ് പറയിച്ചത്. ഇങ്ങനെ നാടകങ്ങളുടെ പുറത്തും ഞങ്ങൾക്കിപ്പോഴും ഇത് രാവണൻ ചത്ത് കിടക്കുമ്പം രാവണൻ ചത്ത് കിടക്കുകയാണ്, നീ അടുത്തോട്ടൊന്ന് ചെന്ന് നോക്കണേ എന്ന് പറയുമ്പം അവൻ പറയും, ഞാൻ അവിടെ കാണും ചെല്ലുമ്പോൾ രാവണൻ എഴുന്നേറ്റ് വന്നാലോ എന്നിവ പേടിച്ച് നിൽക്കുന്ന പോലെയാണ് കേരളത്തിലെ തൊഴിലാളി സമൂഹം നിൽക്കുന്നത്. ഇപ്പോൾ ഈ രാവണൻ അങ്ങനെ മരിക്കുമെന്ന് വിശ്വസിക്കാൻ ആർക്കും കഴിയത്തില്ല. അതിന് കാരണം ഈ കയ്യിലിരിക്കുന്ന കാശാണ്. അതെല്ലാവരെയും വെച്ച് പർച്ചേസ് ചെയ്യാമെന്നുള്ളൊരു ധാരണയാണ്. പലപ്പോഴും ഞാൻ അങ്ങനെ അടച്ച് ആക്ഷേപിക്കുന്നില്ലെങ്കിലും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. കഴിഞ്ഞ ഒരു ദിവസം മീഡിയ ഇങ്ങനൊരു വാർത്ത ഈ കേരളത്തിലുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടേയില്ല. അതിൻ്റെ ആൾക്കാർക്ക് നിരന്തരം ഞങ്ങൾ വാർത്ത കൊടുക്കുമായിരുന്നു. വാർത്ത ആ മാധ്യമത്തിൽ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടിരുന്ന നായർക്ക് ഉള്ളുവിളി ഉണ്ടായെന്ന് പറയുന്ന പോലെ ആ ചാനൽ രാവിലെ മുതൽ രാത്രിയിലും തൊട്ടടുത്ത ദിവസം ചാനൽ വെച്ചലക്കുന്ന കണ്ടി ചന്ദ്രശേഖരൻ്റെ കാര്യം. ഇന്നേ വരെ ആ ചാനൽ ചന്ദ്രശേഖരനെതിരെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എന്തെല്ലാം സമരങ്ങൾ നടത്തി ചന്ദ്രശേഖരനെതിരെ, ഒരു വാക്ക്. പക്ഷേ ഇപ്പോൾ ഭയങ്കര സജീവമായി ഭയങ്കരമായിട്ട് ആഞ്ഞടിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുതൽ. ചാനലിൻ്റെ പേര് നമ്മൾ പറയുന്നില്ല. അപ്പം അതൊക്കെ കൂടെ ഒന്ന് കണക്കിലെടുത്ത് ഞങ്ങൾ നടത്തുന്ന സമരത്തിനെല്ലാം പിന്തുണ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും, പിന്നെ ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടി ഉണ്ടായി. അത് നമ്മൾ പിന്നെ കേസും കാര്യങ്ങളുമായിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ്. RM പരമേശ്വരൻ ബാംഗ്ലൂർ സമ്മേളനത്തിൽ ചെന്ന സമയത്ത് അദ്ദേഹത്തിന് എയർപോർട്ടിൽ നിന്ന്, ഞാൻ കൂടെ പോകാത്ത ആളാണ്, അദ്ദേഹത്തിന് എയർപോർട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നതിന് നമ്മളാണ് ആളിനെ ഏർപ്പാടാക്കിയത്. അദ്ദേഹം അവിടെ എയർപോർട്ടിൽ ചെന്നിറങ്ങുന്നു, ഒരു ഡ്രൈവർ വന്ന് അദ്ദേഹത്തിന് വിളിച്ചുകൊണ്ട് പോകുന്നു. ഹോട്ടലിൽ ചെന്ന് കയറിയപ്പം അവിടെ ആ ഡ്രൈവറെ തടഞ്ഞു നിർത്തിയിട്ട് അദ്ദേഹം പതുക്കെ നടന്നു. സാവധാനം നടക്കുന്ന പ്രായമുള്ള ആളല്ലേ. നടക്കുന്ന സമയത്ത് സാക്ഷാൽ BJ ജോസഫ് ഈ ഡ്രൈവറോട് വിളിച്ചിട്ട് വായി പഠിച്ച മുഴുവൻ തെളിവുകളും പറഞ്ഞു. നമ്മൾ വിചാരിച്ച് ഇനി അതുകൊണ്ടങ്ങ് അവസാനിച്ചു എന്ന് വിചാരിച്ച് തൊട്ടടുത്ത ദിവസം രാവിലെ അവിടുന്ന് ഹോട്ടലിൽ നിന്ന് സമ്മേളന നഗരിയിലേക്ക് നടത്തിയ ഒരു വാഹനത്തിലാണ് അവർ കൊണ്ടുപോയത്. ഐഡന്റിറ്റി കമ്മിറ്റി വാഹനം ഏർപ്പെടുത്തിയത്. ആ വാഹനത്തിൽ ചെന്ന് ഇറങ്ങി അതിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് സമ്മേളനത്തിൻ്റെ പ്രതിനിധികളല്ലാത്ത കുറേ പേരെ അവിടെ കണ്ടു. അവർക്കൊന്നും ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇൻവിറ്റേഷൻ ഉള്ളവരോ അതിൽ പങ്കെടുക്കാവുന്ന കാറ്റഗറിപ്പെട്ടവരോ അല്ല. ഇദ്ദേഹം ചെന്ന് ഫ്രണ്ട് റോയിൽ ഒന്നാമത്തെ സീറ്റിലിരിക്കുന്നു. 10-15-നും 10-20-നും ഇടയ്ക്ക് നടന്ന സംഭവമാണ്. അദ്ദേഹം ഒന്നാമത്തെ റോയിൽ ഒന്നാമത്തെ സീറ്റിലിരിക്കുന്നു. അങ്ങനെ അഖിലേന്ത്യാ സെക്രട്ടറിയായ ജാർഖണ്ഡിലെ ഒരു നേതാവ് ഇദ്ദേഹം കൂടാണ് റൂംമേറ്റായി താമസിക്കുന്നത്. അവർ രണ്ടുപേരും കൂടി, അദ്ദേഹം 2ാം സീറ്റിലിരിക്കുന്നു, ഇദ്ദേഹം അപ്പോൾ ഇതുപോലെ കർട്ടനുണ്ട് സൈഡിൽ. ഇദ്ദേഹം 1ാം സീറ്റിൽ ഇരുന്നപ്പോൾ കർട്ടൻ്റെ അവിടെ കർട്ടൻ ഇങ്ങനെ മാറ്റിയിട്ട് അദ്ദേഹത്തിന് പറയാൻ തെറിയൊന്നുമില്ല എന്ന് മാത്രമല്ല, നീ ചന്ദ്രശേഖരനെതിരെ ഈ സ്റ്റേജിൽ കയറി എന്തെങ്കിലും, ഞങ്ങൾ നോട്ടൊക്കെ കൊടുത്തുവിട്ടാണ് പുള്ളി സംസാരിക്കാനും ആണ് അവിടുന്ന് പോയത്, സംസാരിക്കുകയും ചെയ്തു. അതൊക്കെ പ്രസൻറ്റ് ചെയ്ത് ആ നോട്ട് അതേപോലെ തന്നെ സജീവനെ ഏൽപ്പിച്ചിട്ടുമുണ്ട്. നീ ചന്ദ്രശേഖരനെതിരെ ഒരു വാക്ക് നീ ഈ സ്റ്റേജിൽ കയറി സംസാരിച്ചാൽ നിന്റെ കാലും കൈയും തല്ലി ഒടിച്ച് നിന്റെ പെട്ടിയിൽ ഇങ്ങോട്ട് പാക്ക് ചെയ്തുള്ളെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഞങ്ങൾ പ്രത്യേക ഞങ്ങൾ പത്രസമ്മേളനം വിളിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, വിത്ത് എവിഡൻസുകൾ പറയുന്നുണ്ട്. അത് സംബന്ധിച്ച് ഞങ്ങൾ സിറ്റി കമ്മീഷണർക്ക്, ബാംഗ്ലൂർ സിറ്റി കമ്മീഷണർക്ക് അത് പരാതി കൊടുത്തു. കമ്മീഷണർ ഇപ്പോൾ നമ്മുടെ കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് DK ശിവകുമാർ ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിനകത്ത് എങ്ങനെ കേരളത്തിൽ നിന്നുള്ള ഗുണ്ടകൾ കടന്നു കയറി എന്നുള്ളതാണ്. അവിടുത്തെ പോലീസുകാർ പറയുന്നത്, ദയവ് നിങ്ങൾ പൊളിറ്റിക്കലി നിങ്ങൾ ഇത് പറഞ്ഞു കളയരുത്, എങ്കിൽ ഞങ്ങളുടെ എല്ലാം തുപ്പിതെറിക്കും. ഇവിടുന്ന് ചന്ദ്രശേഖരനും VR പ്രതാപനും BJ ജോസഫും കൂടെ അറേഞ്ച് ചെയ്ത ഗുണ്ടകളാണ്. ഇദ്ദേഹത്തിനെ അടിച്ചൊടിക്കുമെന്ന് പറഞ്ഞ് ഇത്തരം ത്രെട്ടണിങ് നടത്തിയിട്ട് ഇറങ്ങി വെളിയിലോട്ട് വാടാന്ന് പറഞ്ഞ് വിളിച്ചത് അവരാണ്. ഞങ്ങൾ ഇത് സംബന്ധിച്ച് വ്യാജമല്ലല്ലോ. ഞങ്ങൾ എന്തായാലും കത്ത് കൊടുത്തിട്ടുണ്ട്. ചൊവ്വാഴ്ച ഇന്ന് DGP സ്ഥലത്തില്ല. ഞങ്ങളിത് സമയം ചോദിച്ചെന്ന് DGPയെ കാണാൻ. ഞാൻ DGP ചൊവ്വാഴ്ചയെ ഉണ്ടാവുള്ളൂ, തിങ്കളും ചൊവ്വയും ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷേ തിങ്കളാഴ്ച ഞങ്ങൾ ഇവിടുത്തെ സമര പരിപാടി ആയതുകൊണ്ട് ചൊവ്വാഴ്ചയിൽ അവിടുത്തെ സിറ്റി കമ്മീഷണർ കൊടുത്തിട്ടുണ്ട്, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷണം നടക്കും. അന്വേഷണം നടന്ന് ഈ പ്രതികളെയൊക്കെ കണ്ടുപിടിക്കുന്നതിനുള്ള നടപടി അടിയന്തരമായി കർണാടക സർക്കാർ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ 3 കൊലക്കേസിൽ പ്രതിയായ ഒരാളടക്കമാണ് ഇതിനകത്ത് ഇദ്ദേഹത്തിന് വന്ന്. അതായത് CCTV ഒക്കെ ഞങ്ങൾ നോക്കി. CCTV അവിടെ ഞങ്ങൾ പരിശോധിച്ചു. ആളിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് അവരുടെ പേരും വെച്ചിട്ടും, പിന്നെ ഇദ്ദേഹത്തിന് കണ്ടാൽ അറിയാത്ത 2-3 പേരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കണ്ടാലറിയാം അവരുടെ പേരും വെച്ച് ഞങ്ങൾ ബാംഗ്ലൂർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞങ്ങൾ രണ്ടുപേരെയും അടിക്കാനായിട്ട് ഗുണ്ടകളെ ഏർപ്പെടുത്തിയ വിവരം ഞങ്ങളുടെ അടുത്ത് ചോർന്ന് കിട്ടുകയും ഞങ്ങൾ DGPക്ക് പരാതി കൊടുത്ത് DGP കമ്മീഷണർക്ക് ഫോർവേഡ് ചെയ്തിട്ട് വിളിക്കാൻ പറഞ്ഞ് മീറ്റിംഗ് നമ്മളെ വിളിച്ചു. അവരെയും വിളിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് RM പരമേശ്വരനും
വി സുധാകരനും എപ്പോഴെങ്കിലും ഈ ഒരു സ്കൂട്ടറിൽ നിന്ന് വീണാൽ പോലും നിന്നെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഇവിടെ വെക്കും എന്ന് 3 പേർക്കും വാണിംഗ് കൊടുത്ത് വിട്ടുകൊണ്ടാണ് ഇവിടെ നടക്കാത്തതുകൊണ്ടാണ് ഈ പണി എങ്ങോട്ട് കൊണ്ടുപോയത്, ബാംഗ്ലൂർ കൊണ്ടുപോയത്. നമ്മളാരും ഇല്ലാത്തത് കൊണ്ടാണ് അന്ന് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാതെ പോയത്. ഇദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയതുകൊണ്ടാണ് അദ്ദേഹം ഒറ്റയ്ക്കായി പോയതുകൊണ്ട്. പിന്നെ ജാർഖണ്ഡുകാരനായ നമ്മുടെ അഖിലേന്ത്യാ സെക്രട്ടറി കൂടെ ഉള്ളതുകൊണ്ട് അവർ 1-2 സീറ്റിലിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാവം 4 ഭേദം 2 എല്ലാം പറഞ്ഞു നോക്കുകയാണ്. ഇല്ലെങ്കിൽ ഏറ്റവും അവസാനം കൊലപ്പെടുത്തി ഇത് നിങ്ങൾ എന്തെങ്കിലും റെക്കോർഡ് ചെയ്ത് വെച്ചോണം. ആ DGP പറഞ്ഞത് തന്നെയാണ്, അല്ലെങ്കിൽ കമ്മീഷൻ പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം. എപ്പോഴെങ്കിലും ഞങ്ങൾ സ്കൂട്ടറെ വീണാൽ പോലും അത് ഇവർ മുഖാന്തരം ആയിരിക്കും എന്നുള്ളതാണ് കമ്മീഷൻ അവരോട് പറഞ്ഞിരിക്കുന്നത്. അത് പറ്റാത്തത് കൊണ്ടാണ് ഇദ്ദേഹത്തിനെ അപായപ്പെടുത്താൻ ബാംഗ്ലൂർ പോയത്. ഇത്രയാണ് പറയാനുള്ളത്. ഞങ്ങൾ നടത്തുന്ന KPCC മുമ്പിൽ നടത്തുന്ന സമരത്തിലും അതുപോലെ തന്നെ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് മുമ്പിൽ തിങ്കളാഴ്ച നടത്തുന്ന ഉപവാസ സമരത്തിലും എല്ലാ മീഡിയ സുഹൃത്തുക്കളുടെയും സഹായം ഉണ്ടാകണം. നമ്മുടെ വാർത്തകൾ നൽകി സഹായിക്കണം എന്ന് മാത്രമാണ് പറയുന്നത്. നമ്മളുടെ ഈ യോഗത്തിൽ പങ്കെടുത്തത് നമ്മുടെ RM പരമേശ്വരൻ അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്. 10-20 യൂണിയനുകളുടെ അതുപോലെ തന്നെ സംസ്ഥാന സ്കൂൾ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ രക്ഷാധികാരിയാണ്. നിരവധി സംഘടനകൾ കൊണ്ടു നടക്കുന്ന ആളാണ്. ഈ അടുത്ത സമയത്ത് പൊന്മുടിയിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് 20 സെന്റ് വെച്ച് 90 തൊഴിലാളികൾ കേസ് പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്ത ആളാണ്. എന്തായാലും RM പരമേശ്വരൻ ഉൾപ്പെടെ പറയുന്നത് ഇങ്ങനെയാണ്: ചന്ദ്രശേഖരൻ എഴുതി നൽകിയ പ്രോസിക്യൂഷൻ അനുമതി സംബന്ധിച്ച കത്ത് അതേപടി പകർത്തി കോടതിക്ക് സമർപ്പിക്കാൻ തയ്യാറായ ക്യാബിനറ്റിനെ ഓർത്ത് സഹതപിക്കുന്നു എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്താനാണ് നിലവിൽ ഇവരുടെ തീരുമാനം. UDF പിണറായിക്ക് പഠിക്കേണ്ട എന്നാണ് ഈ ഒരു പ്രതിഷേധത്തിൻ്റെ മുദ്രാവാക്യവും. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.